മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ലൈക്കോപോഡിയം എന്ന സുപ്രധാന ഔഷധത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് തുടർന്നുള്ള ഭാഗങ്ങൾ, വിശേഷിച്ചും ആ ഒരു ലൈക്കോപോഡിയം പേഷ്യൻറ്റിൻ്റെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ചില കമ്പാരിസൺസ്, മറ്റ് ചില മെഡിസിൻസുമായിട്ടുള്ള കമ്പാരിസൺസ് ഒക്കെയാണ് ഈ ഭാഗത്ത് കെൻറ്റ് പറയുന്നത്. വളരെ മരണാസന്നരായ രോഗികളെ പോലും സുഖപ്പെടുത്തുന്നതിൽ ലൈക്കോപോഡിയത്തിനുള്ള പ്രധാനപ്പെട്ട പങ്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ദ ഫേസ് ഈസ് സാലോ, സിക്ലി, പെയിൽ, ഓഫൺ വിതേർഡ്, ഷ്രിവൽഡ് ആൻഡ് എമിഷ്യേറ്റഡ്. അപ്പോൾ ഒരു പെയിൽ ബ്രൗൺ കളറിലുള്ള മുഖം, ഓഫൺ വിതേർഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആകെ ചുരുങ്ങി കൂടിയ മറ്റ് അതൊരു ലൈക്കോപോഡിയത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്, ഒരു വിതേർഡ് നേച്ചർ. ഷ്രിവൽഡ് ആൻഡ് എമിഷ്യേറ്റഡ്. ഷ്രിവൽഡ് എന്ന് പറഞ്ഞാലും ഈ വിതേർഡ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാവമാണത്, ചുളുങ്ങിയത് എന്നുള്ളൊരു അർത്ഥമാണ് അതിനുള്ളത്. ഇൻ ഡീപ് സീറ്റഡ് ചെസ്റ്റ് ട്രബിൾസ്, bronchitis or pneumonia, where the chest is filled up with mucus, it will be seen that the face and forehead are wrinkled from pain and that the wings of the nose flap with the effort to breathe. അപ്പോൾ ലങ്സിൻ്റെ പ്രശ്നങ്ങളിൽ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ പോലുള്ള ഗുരുതരമായ അവസ്ഥകളിൽ വേദന, രോഗി അനുഭവിക്കുന്ന വേദന മുഖത്തെയും നെറ്റിയിലെയും ചുളിവുകളായി നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നു. ഇനി അതിൻ്റെ മറ്റൊരു ലക്ഷണം പറയുന്നത് വിങ്സ് ഓഫ് ദി നോസ് ഫ്ലാപ്പ്. അത് ഈ ബ്രീത്ത് ചെയ്യാനുള്ള പ്രശ്നം കൊണ്ട്, ബുദ്ധിമുട്ടുകൊണ്ട്, വേദന കൊണ്ട് മുഖത്ത് നെറ്റിയിലും ചുളിവുകളാണെങ്കിൽ ബ്രീത്ത് ചെയ്യാനുള്ള പ്രശ്നം കൊണ്ട്, ഇപ്പോൾ മ്യൂക്കസ് നിറഞ്ഞിട്ട്, ലങ്സിൽ മ്യൂക്കസ് നിറഞ്ഞിട്ട് ബ്രീത്ത് ചെയ്യാനുള്ള പ്രയാസം കൊണ്ട് ഈ രോഗിയുടെ നോസ് ഫ്ലാപ്പിലാണ്, അതിൻ്റെ വിങ്സിൻ്റെ നോസ് ഫ്ലാപ്പിലാണ് ഈ ചുളിവുകൾ വരുന്നത്. ദിസ് ഒക്കേഴ്സ് വിത്ത് ഓൾ ഫോംസ് ഓഫ് ഡിസ്നിയ. ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ അവസ്ഥകളിലും ഈ നോസ് ഫ്ലാപ്പിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. വി സീ സംതിങ് ലൈക്ക് ഇറ്റ് ഇൻ ആൻറ്റിടാർഡ്, ദ സൂട്ടി നോസ്ട്രിൽസ് ബീങ് വൈഡ് ഓപ്പൺ ആൻഡ് ഫ്ലാപ്പിംഗ്. അപ്പോൾ ആൻറ്റിടാർഡിലും ഈ പ്രശ്നമുണ്ട്. ഈ സൂട്ടി നോസ്ട്രിൽസ് വല്ലാതെ ഇങ്ങനെ തുറന്ന് ഫ്ലാപ്പിംഗ്, ഇങ്ങനെ വിറയ്ക്കുന്ന മാതിരി അപ്പിയറൻസ്. ഇൻ ആൻറ്റിടാർഡ്, ദ റാറ്റ്ലിംഗ് ഓഫ് ദ മ്യൂക്കസ് ഈസ് ഹേർഡ് അക്രോസ് ദ റൂം ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് സീൻ ടു ബി ഇൻ ഡിസ്ട്രസ്. ആൻറ്റിടാർഡിൻ്റെ കാര്യത്തിൽ ചെസ്റ്റിലെ മ്യൂക്കസിൻ്റെ റാറ്റ്ലിങ് കുറച്ച് ദൂരെ നിന്ന് പോലും കേൾക്കാം, ആ മുറിയിൽ മുഴുവൻ കേൾക്കാം. ബട്ട് ഇഫ് യു സീ ദ പേഷ്യൻ്റ് ലൈയിങ് ഇൻ ബെഡ് വിത്ത് ദ നോസ് ഫ്ലാപ്പിംഗ് ആൻഡ് ദ ഫോർഹെഡ് wrinkled with rattling in the chest or a dry hacking cough and no expectoration, you will often find the particulars of the examination confirm your mind that it is a case of lycopodium. അപ്പോൾ ചെസ്റ്റിൻ്റെ അഫക്ഷൻസിൽ, ലങ്സിൻ്റെ ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളിൽ ആൻറ്റിടാർഡിൻ്റെ സൗണ്ട്, റാറ്റ്ലിംഗ് സൗണ്ട് പുറത്ത് കേൾക്കാം. അതേസമയം ലൈക്കോപോഡിയം പേഷ്യൻ്റ് ആണെങ്കിൽ കിടക്കുകയായിരിക്കും. വേദന കൊണ്ട് നേരത്തെ പറഞ്ഞ പോലുള്ള റിങ്കിൾഡ് അപ്പിയറൻസോടുകൂടി കടുത്ത ഡിസ്ട്രസ്സിൽ, കടുത്ത പ്രയാസത്തിൽ കിടക്കുകയായിരിക്കും. ഒന്നിൽ റാറ്റ്ലിംഗ് നോയ്സ് പുറത്ത് കേൾക്കാവുന്ന, മറ്റേതിൽ വേദന കൊണ്ട് നെറ്റിയും മുഖവും മൂക്കും ഒക്കെ റിങ്കിൾഡായിരിക്കുന്നൊരവസ്ഥ. അങ്ങനെയാണെങ്കിൽ അത് ലൈക്കോപോഡിയ ആയിരിക്കാനുള്ള സാധ്യത വളരെ അധികമാണെന്നാണ് കെൻറ്റ് പറയുന്നത്. ഇൻ ദ എക്സുഡേറ്റീവ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയ, the stage of hepatization, lycopodium may save the life of the patient. അപ്പോൾ ഈ ന്യൂമോണിയയുടെ ഒരു മാരകമായൊരവസ്ഥയിൽ ശ്വാസകോശത്തിൽ ടിഷ്യൂസ് കട്ടിയായി ഓക്സിജൻ അല്ലെങ്കിൽ എയർ ഉള്ളിലേക്ക് ഇൻടേക്ക് സാധിക്കാത്ത ഒരു വളരെ മാരകമായൊരവസ്ഥയിൽ ഇതേപോലെ രോഗി വല്ലാത്തൊരു ഡിസ്ട്രസ്സിൽ കിടക്കുമ്പോൾ ഈ പറയുന്ന പോലെ ലൈക്കോപോഡിയത്തിൻ്റെ ജനറൽ അപ്പിയറൻസ് ഉണ്ടെങ്കിൽ, റിങ്കിൾഡ് ഫേസും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗിയുടെ ജീവൻ
ലൈക്കോപോഡിയം രക്ഷിച്ചേക്കാം എന്നാണ് പറയുന്നത്. കെൻ്റ് ഇതൊക്കെ പറയുന്ന കാലങ്ങളിൽ അലോപ്പതി, ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതിക് സിസ്റ്റം ഇത്തരം അവസ്ഥകളൊക്കെ നേരിടാൻ തികച്ചും അപര്യാപ്തമായിരുന്നു. ഇത്തരം അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയൊക്കെ വന്ന് മരിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അലോപ്പതിയിൽ പുതിയ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗിയെ പലപ്പോഴും മരണത്തിൽ രക്ഷിക്കാവുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കേസുകൾ പൊതുവെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ പ്രാക്ടീസിലേക്ക് വരാറില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. മാത്രമല്ല അലോപ്പതിയിൽ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ന്യൂമോണിയ വന്ന് ഒരു മരുന്നും ഫലിക്കാതെ രോഗി മരിച്ച കേസുകൾ ഈ സമീപകാലത്ത് പോലും പത്രങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകളിലൊക്കെ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് ഒരു കോൾ വരുന്നത്. നിങ്ങൾ കഴിവ് തെളിയിച്ചൊരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ അടുത്ത വയറിളക്കം ബാധിച്ച് എറണാകുളത്ത് നല്ലൊരു ആശുപത്രിയിലായിരുന്നു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഗ്ലൂക്കോസും മറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ കിടക്കുന്നു. ആ ഒരവസ്ഥയിൽ ഒരു ഹോമിയോപാത്തിനെ കൊണ്ടുപോയി ഒറ്റ ഡോസ് ഔഷധം കൊണ്ട് രോഗി സുഖപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ മെഡിസിൻ എത്ര മോഡേൺ മെഡിസിൻ, അലോപ്പതി മെഡിസിൻ എത്ര ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സ്റ്റേജുകളിൽ അവർക്ക് അത് ഹീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഹോമിയോപാത്തിൻ്റെ സേവനം തേടപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥകൾക്ക്, അത്തരം കണ്ടീഷൻസിലേക്ക് പോകാവുന്ന ഒരു കേസാണ് ഇവിടെയും ഈ ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റിടാർട്ട്, ലൈക്കോപോഡിയം പോലുള്ള ഔഷധങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ഇൻ ദ പീരീഡ് ഓഫ് ഹെപ്പറ്റൈസേഷൻ ടു ഫോസ്ഫറസ് ആൻഡ് സൾഫർ. അപ്പോൾ ഈ ഹെപ്പറ്റൈസേഷൻ്റെ ഒരു ഘട്ടത്തിൽ ഈ ലൈക്കോപോഡിയം ഫോസ്ഫറസിനോടും സൾഫറിനോടും സമാനമാണ്. ആ ഒരു കമ്പാരിസണിൽ ഇനി തുടർന്ന് പറയുന്നുണ്ട്. ദ സൾഫർ പേഷ്യൻറ്റ് ഈസ് കോൾഡ്. ദർ ഇസ് നോ ടെൻഡൻസി ടു റിയാക്ഷൻ. He feels the load in the chest and examination of the chest show that hepatization is marked. അപ്പോൾ സൾഫറിൻ്റെ കണ്ടീഷനിൽ പേഷ്യൻ്റ് തണുത്തിരിക്കും, ഒരു റിയാക്ഷനുള്ള ടെൻഡൻസി ഇല്ല, ആൾ സിങ്കിങ് കണ്ടീഷനാണ്, ഒരു വൈറ്റൽ റിയാക്ഷൻ സംഭവിക്കുന്നില്ല, തണുത്ത് മരവിച്ചൊരവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ എങ്ങനെയാണ് രോഗിയുടെ ചെസ്റ്റ് ലോഡഡ് ആയിരിക്കുന്നു. ദ എക്സാമിനേഷൻ ഓഫ് ദ ചെസ്റ്റ് ഷോ ദ ഹെപ്പറ്റൈസേഷൻ ഇസ് മാർക്ഡ്. ഹെപ്പറ്റൈസേഷൻ വളരെ ഗുരുതരമായൊരവസ്ഥയിലാണ്, പ്രാണവായു അകത്തേക്ക് കയറുന്നില്ല. ആ ഒരവസ്ഥ സൾഫറിൻ്റെ അവസ്ഥയാണ്. ഹി വാണ്ട്സ് ടു ലൈ സ്റ്റിൽ ആൻഡ് ഈസ് എവിഡൻ്റ്ലി എബൌട്ട് ടു ഡൈ. ആ ഒരവസ്ഥയുള്ള സൾഫർ പേഷ്യൻ്റ് മരണത്തെ നേരിടുകയാണ്. ഹി വാണ്ട്സ് ടു ലൈ സ്റ്റിൽ, അയാൾക്ക് അനങ്ങാതെ കിടക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാതെ കിടക്കണം, മരിക്കാൻ പോവുകയാണ്. സൾഫർ വിൽ ഹെൽപ്പ് ഹിം. ആ ഒരവസ്ഥയിൽ സൾഫർ ആരോഗ്യം സുഖപ്പെടുത്തും. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട പല അറിവുകളും കെൻ്റ് പറയുന്നത് ആ ഒരു ഔഷധത്തെക്കുറിച്ചുള്ള ലെക്ചറിൻ്റെ ഭാഗത്തായിരിക്കില്ല. അദ്ദേഹം ഇത് പ്രസംഗിക്കുകയാണ്, ക്ലാസ്സിൽ PG സ്റ്റുഡൻസിൻ്റെ മുന്നിൽ അദ്ദേഹം ക്ലാസ് എടുക്കുകയാണ്. വളരെ ഒരു പണ്ഡിതൻ, ഒരു പ്രൊഫസർ ഏത് വിഷയത്തിലായാലും ക്ലാസ് എടുക്കുമ്പോൾ എന്ത് വിഷയമായാലും ശരി, ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലെന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ അഗാധതയിൽ നിന്നും വൈപുല്യത്തിൽ നിന്നും അപ്പോൾ മനസ്സിലേക്ക് വരുന്ന പല അറിവുകളും പറയും. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. മാത്തമാറ്റിക്സ് ആയാലും ഫിസിക്സ് ആയാലും ലിറ്ററേച്ചർ ആയാലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതാണൊരു പ്രൊഫസറുടെ ക്ലാസ്സിൻ്റെ മഹത്വം. അപ്പോൾ കെൻ്റെന്ന് പറയുന്ന പ്രൊഫസർ ഇവിടെ ലൈക്കോപോഡിയത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും സൾഫറിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. ചിലപ്പോൾ സൾഫറിൻ്റെ ലെക്ചറിൽ അത് ഉണ്ടാകിയിരിക്കില്ല. ഞാൻ മുൻപേ പറഞ്ഞു, കുളിക്കുന്നത് കൊണ്ട് കൽക്കേറിയുടെ ആക്ഷൻ ആൻറ്റിഡോട്ട് ചെയ്യപ്പെട്ടേക്കാമെന്ന് കെൻ്റ് പറയുന്നുണ്ട്. അത് കൽക്കേറിയിലല്ല പറയുന്നത്, വേറെ എവിടെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ദ ഫ്ലാപ്പിംഗ് ഓഫ് ദ നോസ് നോർ ദ റിങ്കിൾസ് അപ്പോൺ ദ ഹെഡ്
ലൈക്കോഡിയം. അപ്പോൾ സൾഫറിൻ്റെ കണ്ടീഷനിൽ ഈ നോസ് വിങ്സിൻ്റെ ഫ്ലാപ്പിങ്ങോ വിറയ്ക്കലോ ഒന്നും ഉണ്ടാവില്ല, മുഖത്തുള്ള റിങ്കിൾസ് ഉണ്ടാവില്ല. സൾഫർ തണുത്ത് മരവിച്ച് അനങ്ങാൻ ഇഷ്ടപ്പെടാതെ മരണം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്, വൈറ്റൽ റിയാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. ഇനി മറ്റൊരു കമ്പാരിസൺ, ഇൻ ദ ബ്രെയിൻ കംപ്ലയിൻസ് ഓഫ് സ്ട്രമോണിയം ദ ഫോർഹെഡ് റിങ്കിൾസ്. ഈ ഫോർഹെഡ് റിങ്കിൾ ചെയ്യുന്ന ഒരവസ്ഥ സ്ട്രമോണിയത്തിനുണ്ട്. എവിടെയാ? ബ്രെയിൻ കംപ്ലയിൻസിൽ. ആൻഡ് ദ ചെസ്റ്റ് കംപ്ലയിൻസ് ഓഫ് ലൈക്കോപോഡിയം. അപ്പോൾ ലൈക്കോപോഡിയത്തിൻ്റെ ചെസ്റ്റ് കംപ്ലയിൻസിലും സ്ട്രമോണിയത്തിൻ്റെ ബ്രെയിൻ കംപ്ലയിൻസിലും ഈ ഫേസ് റിങ്കിൾഡായിട്ട് ഇങ്ങനെ ആ ഡിസ്ട്രസ് കൊണ്ട്, പേഷ്യൻറ്റിൻ്റെ പ്രയാസം കൊണ്ട് മുഖം വലിഞ്ഞ് നെറ്റിയൊക്കെ ചുളിഞ്ഞിരിക്കുന്ന അവസ്ഥ. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ഒരു ഔഷധങ്ങളുടെ ലക്ഷണങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അവയവങ്ങളിലുണ്ടാകുന്ന അഫെക്ഷൻസിൽ സമാനമായിട്ടുള്ള എക്സ്പ്രഷൻസ് രോഗി കാണിക്കുന്നതൊക്കെ. ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് മെറ്റീരിയൽ മെഡിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അവഗാഹം നിങ്ങൾക്ക് അത് നേടാൻ സാധിക്കും. ഇനി മറ്റൊന്ന് പറയുന്നു, ആൻഡ് ദ റിങ്കിൾസ് ആർ സംവാട്ട് അലൈക്ക്. ഈ രണ്ടിൻ്റെ റിങ്കിൾസ് ഏതാണ്ട് സമാനമാണ്. ബ്രെയിൻ കണ്ടീഷനുള്ള സ്ട്രമോണിയത്തിൻ്റെയും ചെസ്റ്റ് കംപ്ലയിൻസിൽ ലൈക്കോപോഡിയസിൻ്റെയും ഫോർഹെഡിലെ റിങ്കിൾസ് ഏതാണ്ട് ഒരേപോലെയാണ്. യു ഗോ ടു എ സെമി കോൺഷ്യസ് പേഷ്യൻറ്റ് സഫറിംഗ് ഫ്രം സെറിബ്രൽ കഞ്ചഷൻ ആൻഡ് വാച്ച് ഹിം. ഹി ഈസ് വൈൽഡ്, the eyes are glassy, the forehead wrinkled, and the tendency is to activity of the mind. That is not lycopodium but stramonium. ഉണ്ടോ? സമാനമായിട്ടുള്ള അവസ്ഥ. ഒരു സെമി കോൺഷ്യസ് അർദ്ധബോധാവസ്ഥയിലുള്ള പേഷ്യൻ്റ്, അയാളുടെ സെറിബ്രൽ കഞ്ചഷൻ അയാളുടെ പ്രശ്നം. അയാളെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയർ വളരെ വൈൽഡാണ്, കണ്ണിങ്ങനെ ഗ്ലാസി പോലെ ഇങ്ങനെ ചില്ല് പോലെ ഇരിക്കുന്നു, ഫോർഹെഡ് റിങ്കിൾഡാണ്, ഈ മെൻ്റൽ ആക്ടിവിറ്റിയുടെ ഒരു ടെൻഡൻസി കാണുന്നു. അത് റിങ്കിൾസ് ഉള്ളതുകൊണ്ട് അത് ലൈക്കോപോഡിയമല്ല, സ്ട്രമോണിയമാണ്. അപ്പോൾ എന്താണ് ആ അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയണം. ഇപ്പോൾ ലങ്സിൻ്റെ അവസ്ഥയാണെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിസിൻ പഠിച്ചവർക്ക് മനസ്സിലാവും. സെറിബ്രൽ പ്രോബ്ലം ആണെങ്കിലും അതിൻ്റെതായ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാവും. അപ്പോൾ റിങ്കിൾസ് ഉണ്ട് എന്നുള്ള കാരണത്തെ കൊണ്ട് ലൈക്കോപോഡിയം അല്ല. ബൈ ക്ലോസ് ഒബ്സർവേഷൻ ദീസ് പ്രാക്ടിക്കൽ തിങ്സ് വിൽ ലീഡ് യു ടു ഡിസ്റ്റിങ്ക്വിഷ് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി ബിറ്റ്വീൻ സ്ട്രമോണിയം ഇൻ ഇറ്റ്സ് ഹെഡ് ട്രബിൾസ് ആൻഡ് ലൈക്കോപോഡിയം ഇൻ ദ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ന്യൂമോണിയ. ഉണ്ടോ? ക്ലോസ് ഒബ്സർവേഷൻ, നിങ്ങളുടെ വൈദ്യശാസ്ത്രപരമായ അറിവും അതിൻ്റെ പശ്ചാത്തലത്തിൽ ക്ലോസായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ മരണാസന്നരായ രോഗികളെ പരസ്പരം മാറിപ്പോകാതെ ഏതാണ് സ്ട്രാമോണിയം ഏതാണ് ലൈക്കോപോഡിയം എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഔഷധം കൊടുത്ത് രക്ഷിക്കാൻ പറ്റും. ഇത്തരം അവസ്ഥകളിലൊക്കെ ഞാൻ നേരത്തെ വയറിളക്കത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അവിടെ എന്ത് ഔഷധമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യമാണെങ്കിൽ ഒറ്റ ഡോസ് കൊണ്ട് ആ അവസ്ഥ പൂർണ്ണമായിട്ടും മാറി രോഗി ജീവനിലേക്ക് കടന്നു വരും. അപ്പോൾ പക്ഷേ ലക്ഷണങ്ങൾ മാറി പുതിയ സെറ്റ് ലക്ഷണങ്ങൾ വന്നിരിക്കുക, പുതിയ ഔഷധം നിങ്ങൾക്ക് സെലക്ട് ചെയ്താകും. ദ ഫേസ് ഈസ് ഓഫൺ കവേർഡ് വിത്ത് കോപ്പർ കളേർഡ് ഇറപ്ഷൻസ് സച്ച് ആസ് വി ഫൈൻഡ് ഇൻ സിഫിലിസ്. സിഫിലിസിൽ കാണുന്ന പോലെ കോപ്പർ കളറുള്ള ഇറപ്ഷൻസ് ലൈക്കോപോഡിയം പേഷ്യൻറ്റിൻ്റെ മുഖത്തുണ്ട്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ദാറ്റ് ലൈക്കോപോഡിയം ഈസ് സംടൈംസ് യൂസ്ഫുൾ ഇൻ ഓൾഡ് കേസ് ഓഫ് സിഫിലിറ്റി കേസസ് which have affected the nose with necrosis or caries of the nasal bones and the catarrhal symptoms already described. അപ്പോൾ ലൈക്കോപോഡിയം ആൻറ്റിസിഫിലിറ്റിക് ആണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ്ഡ് സിഫിലിസിൻ്റെ ചില അവസ്ഥകളിൽ അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. കോപ്പർ കളേർഡ് ഇറപ്ഷൻസ് മുഖത്തുണ്ടായിരിക്കുന്ന അവസ്ഥ, മൂക്കിനെ എഫക്റ്റ് ചെയ്ത് മൂക്ക് ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥ. പണ്ടൊക്കെ സിഫിലിസ് രോഗികളെ തിരിച്ചറിയുന്ന അങ്ങനെയാണ്, ഈ മൂക്കൊക്കെ ദ്രവിച്ച് ഒരു വികൃതമായൊരവസ്ഥ സിഫിലിസിൻ്റെ അഡ്വാൻസ് സ്റ്റേജസിൽ മുൻകാലങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അത്തരം അവസ്ഥകളിൽ ലൈക്കോപോഡിയം സംടൈംസ് യൂസ്ഫുൾ. അപ്പോൾ മറ്റു ലക്ഷണം ലൈക്കോപോഡിയത്തിൻ്റെ ജനറൽ കണ്ടീഷൻസ് പ്രസൻ്റ് ആണെങ്കിൽ ലൈക്കോപോഡിയം അവിടെ സുഖപ്പെടുത്തും.
About the face also, there is much twitching. You will see by the study of the face that his face conforms to his sensations. അപ്പോൾ മുഖത്ത് കാണുന്ന സെൻസേഷൻസ് ഔഷധത്തിൻ്റെ സെലക്ഷനിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അപ്പോൾ മുഖത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒരു രോഗി നിങ്ങളുടെ ചേംബറിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ശ്രദ്ധേയമായ സൂചനകൾ കിട്ടും. ഹീസ് ആൻ ഓവർ സെൻസിറ്റീവ് പേഷ്യൻറ്റ് ആൻഡ് അറ്റ് എവറി ജാർ ഓർ നോയ്സ് സച്ച് ആസ് ദ സ്ലാമിങ് ഓഫ് എ ഡോർ ഓർ ദ റിംഗിങ് ഓഫ് എ ബെൽ ഹി റിങ്കിൾസ് ഹിസ് ഫേസ്. അപ്പോൾ ഈ പേഷ്യൻ്റ് ഓവർ സെൻസിറ്റീവാണ്, വിശേഷം ശബ്ദത്തോട് ഓവർ സെൻസിറ്റീവാണ്. ഒരു വാതിലടയ്ക്കുമ്പോൾ, വാതിൽ മണി അടിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ അതെങ്ങനെയാണ് പ്രകടമാകുന്നത്? ചില ഔഷധങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ ശബ്ദത്തോടുള്ള സെൻസിറ്റിവിറ്റി, ആൾ ഞെട്ടും, സ്റ്റാർട്ട്ലിങ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മുഖത്തെ ചുളിവുകളായിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ തരത്തിലുള്ള സെൻസിറ്റിവിറ്റി പേഷ്യൻ്റ് എക്സ്പ്രസ് ചെയ്യുന്ന രീതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഔഷധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ലൈക്കോപീഡിയം പേഷ്യൻ്റ് മുഖത്തെ ചുളിവുകളാണ്. ഹീസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് യു സീ ഇറ്റ് എക്സ്പ്രസ് അപ്പോൺ ഹിസ് കോണ്ടനൻസ്. കോണ്ടനൻസ് എന്ന് വെച്ചാൽ മുഖഭാവം. അപ്പോൾ മുഖത്തെ എക്സ്പ്രഷൻ അത് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഹി ഹാസ് എ സിക്ലി റിങ്കിൾഡ് കോണ്ടനൻസ് വിത്ത് കോൺട്രാക്റ്റഡ് ഐബ്രോസ് ഇൻ കംപ്ലൈൻസ് ഓഫ് ദ അബ്ഡമൻ ആസ് വെൽ ആസ് ഇൻ ചെസ്റ്റ് കംപ്ലൈൻസ്. അപ്പോൾ ചെസ്റ്റ് കംപ്ലൈൻസ് നേരത്തെ പറഞ്ഞ പോലെ അബ്ഡമൻ്റെ അടിവയറ്റിലെ പ്രശ്നങ്ങളിലും ഈ മുഖത്തെ ചുളിവുകളായിട്ടും ഈ ഐബ്രോസ് ഇങ്ങനെ കണ്ണിങ്ങനെ ചുളിഞ്ഞിട്ട് കൺപുരികങ്ങളിങ്ങനെ അടുത്ത് വരുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാം. വി ഓൾസോ സീ ദാറ്റ് ദ ജോ ഡ്രോപ്സ് ആസ് ഇൻ ഒപ്പിയം ഇൻ മ്യൂറിയാറ്റിക് ആസിഡ്. ഒപ്പിയത്തിൽ മ്യൂറിയാറ്റിക് ആസിഡും കാണുന്ന പോലെ ഈ കീഴ്ത്താടിയെല്ലാം ഇങ്ങനെ താഴ്ന്ന് വായ തുറന്ന് ചില അവസ്ഥകളിൽ ഈ ചില പ്രത്യേകിച്ച് ചില മാനസിക രോഗികളിലൊക്കെ കാണാം ഇങ്ങനെ വായ തുറന്ന് കിടക്കുന്നൊരവസ്ഥ. ഒപ്പിയത്തിലും മ്യൂറിയാറ്റിക് ആസിഡിലും കാണുന്ന പോലെ ലൈക്കോപീഡിയത്തിലുണ്ടാകാം. ദിസ് ഒക്കേഴ്സ് ഇൻ എ സ്റ്റേറ്റ് മാർക്ഡ് ബൈ ഗ്രേറ്റ് എക്സോഷൻ ആൻഡ് ഇൻഡിക്കേറ്റ്സ് എ ഫാറ്റൽ ടെൻഡൻസി. മാരകമായ ഒരവസ്ഥ, മരണാസന്നമായ ഒരവസ്ഥയാണ് ഈ ഒരു വല്ലാതെ എക്സോസ്റ്റഡായ അവസ്ഥ. ജീവശക്തി, ജീവചൈതന്യം ശോഷിച്ചു പോയി മരണത്തോട് നിൽക്കുന്ന ഒരവസ്ഥ. താടിയിൽ മരിക്കുമ്പോൾ താടിയിൽ താഴുമല്ലോ, അയാളെ കെട്ടിവെക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ലൈക്കോപീഡിയം ഉപകരിക്കും. അപ്പോൾ നോക്കൂ, എത്ര മഹത്തായൊരു ജീവൻ രക്ഷാ ഔഷധമാണ് ഈ ലൈക്കോപീഡിയവും ഒപ്പിയവും മ്യൂറിയാറ്റിക് ആസിഡും ഒക്കെ എന്ന് നോക്കുക. It is especially marked in the typhoid when the patient picks at the bedclothes, slide down in bed, wants almost nothing and can hardly be aroused. അപ്പോൾ ലൈക്കോപീഡിയത്തിൻ്റെ കാര്യത്തിൽ ടൈഫോയിഡ് പേഷ്യൻസിലാണ് ഇത് വളരെ ശ്രദ്ധേയമായി കാണുന്നത്. ഈ ആ ഒരു വെപ്രാളത്തിൽ കിടക്കയിലെ തുണികളിൽ ഇങ്ങനെ വലിച്ചു പിടിക്കുന്നു, കിടക്കയിൽ ഇങ്ങനെ താഴേക്ക് തീട്ടിപ്പോരാൻ ശ്രമിക്കുന്നു. അയാൾക്ക് ഒന്നും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട. അയാൾ ഒരു തരത്തിലും അയാളെ ഉണർത്താൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എ ഡിസീസ്, എ ലോ ടൈപ്പ് ഓഫ് ഫീവർ, ടൈഫോയിഡ്സ്, സെപ്റ്റിക് ആൻഡ് സൈമോട്ടിക് ഡിസീസസ്. അപ്പോൾ ഒരു രോഗാവസ്ഥയുടെ ഒരു അന്തിമ ഘട്ടം, രോഗി മരണത്തിലേക്ക് എടുക്കുന്നൊരു ഘട്ടമാണ്. അപ്പോൾ ടൈഫോയിഡ്സിലുണ്ടാകാം, സെപ്റ്റിക് കണ്ടീഷനിൽ ഉണ്ടാകാം, സൈമോട്ടിക് ഡിസീസസിലുണ്ടാകാം. സൈമോട്ടിക് എന്ന് വെച്ചാൽ ഇവിടെ പഴയൊരു പേരാണ് ഈ പകർച്ചപ്പനിയ മാരകമായ പകർച്ചപ്പനികൾ. അണ്ടർ ദ ജോ ദർ ഇസ് ഓഫൺ ഗ്ലാൻഡുലർ സ്വെല്ലിംഗ് ഓഫ് ദ പെരോട്ടിഡ് ആൻഡ് സബ്മാക്സിലറി ഗ്ലാൻഡ്സ്. അപ്പോൾ ഗ്ലാൻഡുലർ അഫെക്ഷൻസ് ഉണ്ട്. ദ സ്വെല്ലിംഗ് ഈസ് സംടൈംസ് സെല്ലുലർ ആൻഡ് ദ നെക്ക് മസിൽസ് ആർ ഇൻവോൾവ്. നെക്ക് മസിൽസ് പോലും ഇൻവോൾവ് ആയ ഒരവസ്ഥ വരാം. ദ ടെൻഡൻസി ഈസ് ടു suppression of these glands and the swellings about the neck in scarlet fever and diphtheria. സ്കാർലറ്റ് ഫീവറിലും ഡിഫ്തീരിയയിലും ഒക്കെ ഈ കഴുത്തിലുള്ള ഈ ഗ്ലാൻസിൻ്റെ സൂപ്പറേഷനും സ്വെല്ലിങ്സും ഒക്കെ ലൈക്കോപീഡിയത്തിലുണ്ട്. അപ്പോൾ
ലൈക്കോപോഡിയത്തിൻ്റെ മഹത്തായ ഒരു ജീവൻ രക്ഷാ ഔഷധം എന്ന നിലയിലുള്ള അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് കെൻറ്റ് വിശദീകരിച്ചത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും വളരെയധികം നന്ദി.